السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹമർണരായ വിദ്യാർത്ഥി മിത്രങ്ങളെ, വിദ്വേഷത്തിൻ്റെയും ഭിന്നതയുടെയും മതിലുകളെങ്ങും പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അയൽവാസിയെയും കുടുംബക്കാരനെയും എന്തിനേറെ സ്വന്തം സഹോദരനെ പോലും കണ്ണുരുറ്റി വെറുപ്പിൻ്റെ ജ്വാലകം തീർത്ത 21-ാം നൂറ്റാണ്ടിൽ ഐക്യബോധം ഇസ്ലാമിക മാനം എന്ന വിഷയത്തെ ആസ്പദിച്ച് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനെനിക്ക് ഉദവി നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ള ഭിന്നതയെല്ലാം തകർത്ത് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു പാലം പണിയാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാം ഇതിനെ പ്രോത്സാഹനപൂർവ്വം അതിൻ്റെ ആധ്യാത്മ ഗ്രന്ഥത്തിൽ പുരസ്കരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്ലാം എന്നത് കേവലം മതപരമായ അനുഷ്ഠാനങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിനെയും പുരോഗതിയും വരച്ചു കാട്ടുന്ന ഒരു സംഹിതയാണെന്ന്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. പരസ്പരം ഭിന്നിക്കാതെ അള്ളാഹുവിൻ്റെ കയ്യറിൽ നിങ്ങൾ ഒരുമിച്ച് പിടിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ആണയിട്ട് പറയുമ്പോൾ, ഇന്നിൻ്റെ സാഹചര്യത്തിൽ ഭൗമലോകത്ത് വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ജനങ്ങൾ ഭിന്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനങ്ങൾ കൃത്യമായി നിറവേറ്റി ജനങ്ങളിലേക്ക് കേൾപ്പിക്കേണ്ടത് നമ്മെ പോലുള്ള സമന്വയായ വിദ്യാർത്ഥികളാണെന്ന കാര്യം നാം മറക്കരുത്. സോഷ്യൽ മീഡിയയുടെയും ഫേക്ക് ന്യൂസുകളുടെയും പിന്നിൽ ഭിന്നിച്ചു പോകാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കണം. ഇതല്ലേ ഇസ്ലാം ഉയർത്തിയ ഐക്യത്തിൻ്റെ മാനം. ഐക്യമെന്ന് കേവലം 2 അക്ഷരത്തിന് ഇസ്ലാം അർത്ഥമാക്കുന്നത് ഒരുമിച്ച് കൂട്ടൽ മാത്രമല്ല, മറിച്ച് ഒറ്റ മനസ്സോടെ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുക എന്നതാണ്. അലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച് എന്ന ഹെലൻ കെല്ലറിന്റെ പ്രശസ്ത വാക്കുകൾ ഈ വിഷയത്തിന്റെ പ്രശസ്തിയെ വരച്ചു കാട്ടുന്നുണ്ട്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദഖരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ ഖബായില ലിതഅറഫൂ. നിങ്ങളെ നാം ഒരാൺ പെണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് തിരിച്ചറിയാൻ വേണ്ടി വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി വേർതിരിച്ചു. അത്തരത്തിൽ നമ്മുടെ വൈവിധ്യങ്ങൾ വേർതിരിക്കാനുള്ള ഒരു കാരണമായി നാം അതിനെ കാണാതെ ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു പാലമായി നാം അതിനെ കാണേണ്ടതുണ്ട്. ഈ പാലങ്ങളെ ഉമ്മ എന്ന പ്രയോഗം കൊണ്ട് മഹത്തായ ആശയമായിട്ടാണ് ഇസ്ലാം വിശദീകരിക്കുന്നത്. രാഷ്ട്രത്തിന്റെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങാതെ അതിനെയെല്ലാം ഭേദിച്ച് ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ഒരൊറ്റ ശരീരമായി കാണാൻ പഠിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ജപ്പാനിലെ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ സ്വന്തം സഹോദരനായി തോന്നുന്നുണ്ടെങ്കിൽ, ഫലസ്തീനിൽ ഒരു കുഞ്ഞ് പിടയുമ്പോൾ സ്വന്തം ഹൃദയം വേദനിക്കുന്നുണ്ടെങ്കിൽ, അതാണ് ഇസ്ലാം ഉയർത്തിയ ഉമ്മ എന്ന വാക്കിൻ്റെ കൃത്യമായ ഉദാഹരണം. ചുരുക്കത്തിൽ, ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ലോകം അലിയുമ്പോൾ പരിഹാരം കണ്ടെത്തേണ്ടത് മറ്റാരുമല്ല, ഈ വേദിയിലിരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങിയ യുവതലമുറയാണ്. ഭാവിയുടെ വിളക്ക് നമ്മുടെ കയ്യിലാണ്. വിദ്വേഷത്തിൻ്റെയും ഭിന്നതയുടെയും ഇരുട്ടിൽ കെട്ടുപോകാതെ ഐക്യത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നാം അതിനെ പ്രകാശിതപൂരിതമാക്കണം. നാം ഇതെല്ലാം നിറവേറ്റുമ്പോൾ കേവലം നാം വ്യക്തികളല്ല, മറിച്ച് ഒരു നവോത്ഥാനത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിമു ലാ യളിംഹു വലാ യഗ്സിൽഹു വലാ യഹ്കിറുഹു. ഒരു മുസ്ലിം തന്നെ സഹോദരനെ ഉപദ്രവിക്കുന്നവനല്ല, മറിച്ച് അവനെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് എന്ന പ്രവാചക തിരുവാക്യം ഈ സദസ്സിനെ സമ്മാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Judges, please note, next call letter F on the stage. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء أما بعد. بسم الله الرحمن الرحيم. إنما المؤمنون إخوة
ഫാസിലിഹു ബൈന ഹവൈക്കും. ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാഥൻ നമ്മുടെ ഈ ഒരുമിക്കലിനെ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ഐക്യവും സ്നേഹവും കരുണയും അന്യം നിൽക്കുന്ന, ശത്രുതയും ക്രൂരതയും തളം കെട്ടി നിൽക്കുന്ന ഈ സമൂഹത്തിൽ ഐക്യബോധത്തിൻ്റെ ഇസ്ലാമിക മാനം എന്ന വിഷയത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, അള്ളാഹു പരിശുദ്ധ ഇസ്ലാമിനെ രൂപീകരിച്ചത് തന്നെ ജനങ്ങൾക്കിടയിൽ ഏകദൈവ ബോധം ഉണ്ടാക്കുന്നതിനും ജനങ്ങളിൽ ഐക്യം നിലനിർത്തുന്നതിനും വേണ്ടിയാണ്. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫാസിലിഹു ബൈന അഖ്വൈക്കും. നിശ്ചയം മുസ്ലിമുകൾ സഹോദരങ്ങളാണ്, അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് സമാധാനം സ്ഥാപിക്കുക. ഈ ലോകത്ത് കഴിഞ്ഞു പോയതും ഇന്ന് സമകാലിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ സംഘർഷങ്ങൾക്കും പിന്നിലെ പ്രധാന കാരണം ഐക്യമില്ലായ്മ എന്നത് തന്നെയാണ്. എന്നാൽ ഈ ഐക്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പല സമൂഹങ്ങളും രക്തലഹത്തിൽ ഏർപ്പെടുകയും അവർക്കിടയിൽ അതിന് പരിഹാരം എന്നതിൻ്റെ അവസാന മാർഗമായി യുദ്ധത്തെ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്ലാം എന്നത് ഐക്യത്തിൻ്റെ പ്രതീകമാണ്, ഒരുമയുടെ സംയുക്തമാണ്. നേരെ ഏതെന്നോ പൊള്ളേതെന്നോ തിരിച്ചറിയാതെ നൂറ്റാണ്ടുകളോളം നീണ്ടുന്ന സംഘർഷങ്ങളിലൂടെ തങ്ങളുടെ ജീവിതം തന്നെ ബലിയർപ്പിച്ച ഒരു സമൂഹത്തെ ഐക്യത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും സമൂഹമാക്കി മാറ്റിയ ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, മസലുൽ മുഅ്മിനീന ഫീ ദവാഇഹി വതറാഹുമിഹി ഫതാതുഫിഹി മസലുൽ ജസദി ഇദാ ഇശ്തഖാ മിൻഹു തദാഅലഹു സാഹിറുൽ ജസദി ബിസ്സഖരി വൽ ഹുമ്മ. മുസ്ലിംകൾ എന്നത് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു ശരീരം പോലെയാണ്. അതിൽ ഒരു അവയവം വേദനിക്കുമ്പോൾ ശരീരം മുഴുവൻ ഉറക്കമില്ലാതെയും പനിയായും പ്രതികരിക്കുന്നു. പ്രിയമുള്ളവരെ, തങ്ങളുടെ ജന്മദേശവും കുടുംബവും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്ത മുഹാജിറുകൾ, തങ്ങളുടെ ഭവനവും സമ്പത്തുമെല്ലാം വീതിച്ചു നൽകിയ അൻസാരികൾ ഇസ്ലാമിൻ്റെയും ഐക്യത്തിൻ്റെയും ഉദാത്തമായ ഉദാഹരണമാണ്. ഒരു സമൂഹം വിജയിക്കുന്നത് അവരുടെ ഒത്തൊരുമ കൊണ്ടാണ്. നമുക്കറിയാം, ഇന്ന് നാം ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കൈകളിൽ അകപ്പെട്ടിരുന്ന കാലത്ത് ഈ സമൂഹം ഒന്നടങ്കം ജാതി മതഭേദമന്യ ഐക്യത്തോടെ പോരാടിയിട്ടാണ് ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നത്. ഒരു സമൂഹം വിജയിക്കുന്നത് അവരുടെ ഒത്തൊരുമ കൊണ്ടാണ്. നമുക്കറിയാം, ഇന്ന് നാം ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കൈകളിൽ അകപ്പെട്ടിരുന്ന കാലത്ത് ഈ സമൂഹം ഒന്നടങ്കം ജാതി മതഭേദമന്യത്തോടെ പോരാടിയിട്ടാണ് ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നത്. ഇത് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, ഫഅ്തസിമു ബില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അള്ളാഹുവിൻ്റെ ചരടിൽ പിടിക്കുക, ഒരിക്കലും നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വർണ്ണത്തെയോ ജാതിയെയോ പരിഗണിക്കാതെ ജീവിക്കുന്ന ഈ മതവിശ്വാസികളെ കണ്ട് ആയിരങ്ങൾ ഇന്നും ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് നിൽക്കാനും പരസ്പരം ഐക്യത്തോടെ ജീവിക്കുവാനും നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക, വേദി 1 ബിദായ വിഭാഗം സ്പീച്ച് മലയാളം കഴിഞ്ഞാലുടൻ സാനവിയ വിഭാഗം മാപ്പിളപ്പാട്ട് ആരംഭിക്കുന്നതാണ്. വേദി 3 ഹിഫ്ൽ വിഭാഗം ഹിഫ്ൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. മത്സരാർത്ഥികൾ ഇത്രയും പെട്ടെന്ന് തന്നെ കോഡ് ലെറ്റർ സ്വീകരിക്കുന്നതിന് വേണ്ടി വേദി 3 എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. വേദി 4 സാനവിയ വിഭാഗം ലൈവ് റിപ്പോർട്ടിംഗ് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഉടൻ ഉല വിഭാഗം സ്പീച്ച് ഇംഗ്ലീഷ് ആരംഭിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, വേദി 4 സാനവിയ വിഭാഗം ലൈവ് റിപ്പോർട്ടിംഗ് ഇംഗ്ലീഷ് കഴിഞ്ഞാലുടൻ ഉല വിഭാഗം സ്പീച്ച് ഇംഗ്ലീഷ് ആരംഭിക്കുന്നതാണ്. മത്സരാർത്ഥികൾ കോഡ് ലെറ്റർ സ്വീകരിക്കുന്നതിന് വേണ്ടി വേദി 4 എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. വേദി 2 ഉല വിഭാഗം സ്റ്റോറി നാരേഷൻ അറബി കഴിഞ്ഞാലുടൻ ബിദായ വിഭാഗം സ്പീച്ച് അറബി ആരംഭിക്കുന്നതാണ്.
വേദി ഒന്നിൽ വിദായ വിഭാഗം സ്പീച്ച് മലയാളം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് ദ നെക്സ്റ്റ് കോഡ് ലെറ്റർ എച്ച് ഓൺ ദി സ്റ്റേജ്. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. إنما المؤمنون إخوة فأصلحوا بين أخويكم. صدق الله العلي العظيم. ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ നമ്മുടെ ഈ ഒരുമിക്കലിനെ ഒരു സൽക്രമമായി സ്വീകരിക്കട്ടെ. ഐക്യവും സ്നേഹവും കരുണയും വിദ്വേഷം കാണിച്ച് ജീവിക്കുന്ന ഈ ലോകത്തെ ഐക്യത്തിന്റെ ഇസ്ലാമിക മാനം എന്ന വിഷയത്തിൽ നിങ്ങളുമായി സംവാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹു പരിശുദ്ധ ഇസ്ലാമിനെ രൂപീകരിച്ചത് തന്നെ ജനങ്ങൾക്കിടയിൽ ഏകദൈവബോധം ഉണ്ടാകുന്നതിനും ഐക്യം നിലനിർത്തുന്നതിനും വേണ്ടി കൂടിയാണ്. ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹൂ ബൈന അഖ്വൈക്കും. നിശ്ചയം മുസ്ലിമീങ്ങൾ സഹോദരന്മാരാണ്, അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ സമാധാനം സ്ഥാപിക്കുക. ഈ ലോകത്ത് കഴിഞ്ഞു പോയതും ഇന്ന് സമകാലിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായ സംഘർഷങ്ങൾക്ക് പിന്നിലെ പ്രധാന ഹേതു ഐക്യമില്ലായ്മ എന്ന് തന്നെയാണ്. ഈ ഐക്യം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പല സമൂഹങ്ങളും രക്തലാളത്തിൽ ഏർപ്പെടുകയും അവർക്കിടയിൽ അതിന് അവസാന മാർഗമായി അവർ യുദ്ധത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഇസ്ലാം എന്നത് ഐക്യത്തിന്റെ പ്രതീകമാണ്. നേരത്തെ തന്നെ പൊള്ളതെന്നോ തിരിച്ചറിയാതെ പതിറ്റാണ്ടുകളോളം നീണ്ടു നിന്നിരുന്ന സംഘർഷങ്ങളിലേക്ക് തങ്ങളുടെ ജീവിതത്തെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സംഘമാക്കി മാറ്റി ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, മസലുൽ മുഅ്മിനീന ഫീ തവാദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദി ഇദാ ഇസ്തഖാ ഉളുവൻ മിനു ഉളുൻ തദഅലഹു സായിറുൽ ജസദി ബിസ്സൈരി വൽ ഉമ്മ. മുസ്ലിമീങ്ങൾ എന്നത് ഒരു ശരീരം പോലെയാണ്. ഒരു അവയവം വേദനിക്കുമ്പോൾ ശരീരം മുഴുവനും ഉറക്കമില്ലാതെയും പനിയായിട്ടും പ്രതികരിക്കുന്നു. തങ്ങളുടെ ജന്മദേശവും കുടുംബവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്ത മുഹാജിറുകളെ തങ്ങളുടെ ഭവനവും സമ്പത്തും എല്ലാം വീതിച്ചു നൽകിയ അൻസാരികൾ ഇസ്ലാമിന്റെയും ഐക്യത്തിന്റെയും ഉദാത്ത മാതൃകയാണ്. പ്രിയമുള്ളവരെ, ഒരു സമൂഹം വിജയിക്കുന്നത് അവരുടെ ഒത്തൊരുമ കണ്ടാണ്. നമുക്കറിയാം, ഇന്ന് നാം ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കൈകളിൽ അകപ്പെട്ട ഈ സമൂഹം ഒന്നടങ്കം ജാതി മതഭേദമന്യ ഐക്യത്തോടെ നിന്ന് പൊരുതിയിട്ടാണ് ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കിയത്. ലോകത്തിന്റെ ഏത് ചരിത്രം എടുത്ത് എവിടെ പരിധി നോക്കിയാലും മനസ്സിലാകും, ഐക്യമുള്ളവർക്ക് അവരുടെ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ ചുവട്ടിൽ പിടിക്കുക, ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും പരസ്പരം ഐക്യത്തോടെ ജീവിച്ചു മരിക്കാനും ഞാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.